വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ, അതുകൊണ്ട് മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ. മാങ്ങ 4-5 എണ്ണം, അതായത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ 4 കപ്പ് പൾപ്പ് കിട്ടണം. പഞ്ചസാര അല്ലെങ്കിൽ ഡേറ്റ്സ് 1 കപ്പ്, വറുത്ത അരിപ്പൊടി 1 കപ്പ്, വെള്ളം 1 കപ്പ്, നെയ്യ് 5-6 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും 1/4 കപ്പ് വീതം, 1 നുള്ള് ഉപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളെ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതായത് ഇതിനകത്ത് നമ്മൾ മൈദയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കുറച്ച് ദിവസം ഇരുന്നാലും ഇത് കേടാവത്തില്ല. ഇത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഷുഗർ ഇതിൽ ആഡ് ചെയ്യേണ്ടതെങ്കിൽ കുറച്ച് ഡേറ്റ്സ് എടുത്ത് അരച്ച് ചേർത്താലും മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ചിലത് വലിയ മാങ്ങയാണ്. ഇത് നമ്മൾ അരച്ച് വരുമ്പോൾ 4 കപ്പ് പൾപ്പ് വേണം. അതുകൊണ്ട് ചെറിയ മാങ്ങയാണെങ്കിൽ 5 മാങ്ങ എടുക്കാം. മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇനി അത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിതിവിടെ വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നാരുള്ള മാങ്ങയാണെങ്കിൽ അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും. ഇതിനകത്ത് നാരില്ലാത്തതുകൊണ്ട് ഞാൻ അരിച്ചെടുത്തിട്ടില്ല. ആദ്യമേ ഇത് ഉണ്ടാക്കി വെക്കാനുള്ള പാത്രം ഒന്ന് നെയ്യ് പുരട്ടി വയ്ക്കാം. ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അടുത്തതായിട്ട് അരിപ്പൊടി ഒന്ന് കലക്കി വെക്കണം. അതിനായിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യേണ്ടി വരും, കാരണം അരിപ്പൊടിയൊക്കെ താഴോട്ട് പോയി കാണും. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്കിത് കലക്കി വെക്കാനായിട്ട്. ഇനി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നമുക്ക് വറുത്ത് മാറ്റാം. നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്നതും ഈ പാത്രത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എടുത്തത്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ കയ്യിലോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തത്. ഇപ്പോൾ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് കുറച്ചും കൂടി നെയ്യിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മാങ്ങ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുത്തത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൽ കട്ടകൾ പെട്ടെന്ന് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കണം. ഇനി ഇതിനകത്തോട്ട് ഷുഗർ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണ്ട എങ്കിൽ ഡേറ്റ്സ് അരച്ചതായാലും ഇട്ട് കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആവണം. ആ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് നേരം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി എടുക്കുക. അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അരിപ്പൊടി കലക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. അതുകൊണ്ടാണ് അത് എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് കുറച്ചൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കുക. ഇതൊരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും, കാരണം നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു വരണം. ഇപ്പോൾ ഏലക്കാപ്പൊടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട, പകുതി ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ച ആ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ലെവലാക്കി എടുത്താൽ മതി. അതിനായിട്ട് 1 സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആ സ്പൂണ് വെച്ച് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെറ്റാവാനായിട്ട് 3-4 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ ചൂടെല്ലാം നന്നായി മാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് കുറച്ച് ദിവസം ഇരുന്നാലും കേടാവത്തില്ല. വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രത്തിൽ നമ്മൾ ഇട്ട് വെക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.